കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു. അങ്ങയുടെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കാൻ അങ്ങയുടെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഞങ്ങളെ നടത്തിയതിനായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് രാവിലെയും ഈ പുതിയ മാസത്തിൻ്റെ ആദ്യ ദിവസം തന്നെ, ഈ ആഴ്ചയുടെ ഒന്നാം ദിവസം തന്നെ അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് അങ്ങയെ സ്തുതിപ്പാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു കർത്താവേ. ഇന്നത്തെ ശുശ്രൂഷകളെ ആദ്യോടം ഞങ്ങളുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്നതിനായി നന്ദി പറയുന്നു. ഏകാഗ്രതയോട് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ മേശ ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. പ്രാഗൽഭ്യത്തോടെ അതിൽ നിന്ന് പങ്കെടുത്ത് അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എന്തായി തീർന്നു എന്ന് ഓർത്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ നമസ്കരിപ്പാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയോട് നന്ദിയോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുവഴുത്തുകളിലൂടെ ഞങ്ങളുടെ ദാസന്മാരിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെടുമാറാകണമേ. ഞങ്ങളുടെ അകക്കണ്ണ് തുറക്കപ്പെടുവാൻ, ഞങ്ങളെ തന്നെ കാണുവാൻ, നിത്യതയോടുള്ള പ്രത്യാശ ഞങ്ങളിൽ വർദ്ധിപ്പാൻ ഞങ്ങൾ കൃപ ചെയ്താട്ട്. കർത്താവിൻ്റെ നാമം ഇന്ന് രാവിലെ ഞങ്ങളുടെ മധ്യത്തിൽ മഹത്വപ്പെടുവാനിടയാണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിൻ്റെ കരുണയോർത്ത് അവിടുത്തെ നാമത്തെ ഒന്ന് ഉയർത്താം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെയും ദൈവസന്നിധിയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവിൻ്റെ കൃപകളെ ഓർത്ത് കർത്താവിന് നമുക്ക് നന്ദി പറയാം. കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക്, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വന്ദനത്തെ അറിയിക്കുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് മുമ്പേ ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. 103-ാം സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. സാം നമ്പർ 103, 103-ാം സങ്കീർത്തനം. സങ്കീർത്തനം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അവൻ തൻ്റെ വഴികളെ മോശെയും തൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവനെല്ലാം ഇപ്പോഴും ഭർഷിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയും ഇല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവൻ്റെ ദയ അവൻ്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അടുത്ത രണ്ട് വാക്യം ചേർന്ന് വായിച്ചു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവീൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. അവന്റെ ഉപകാരങ്ങളെ ഓർത്ത്, അവിടുത്തെ വിശ്വസ്തതയോർത്ത്, അവിടുത്തെ കരുണയോർത്ത്, പാപങ്ങളെ നമ്മളോട് കണക്കിടാത്തതോർത്ത്, ദീർഘക്ഷമയോട് നമ്മെ വഹിക്കുന്നതോർത്ത്, അവിടുത്തെ കരുണയുടെ കരങ്ങളിൽ നമ്മെ കാക്കുന്നതോർത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. എല്ലാവരും ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനം വളരെ ഫെമിലിയർ ആയിട്ടുള്ള സങ്കീർത്തനമാണ്. ദൈവത്തെ സ്തുതിക്കുവാനുള്ള അനേക കാരണങ്ങൾ നിറച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനം. അതിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അവന്റെ ഉപകാരങ്ങൾ ഒന്നും തന്നെ നാം മറക്കരുത്. എന്തെല്ലാമാ അവന്റെ ഉപകാരങ്ങൾ? അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ നമ്മുടെ അകൃത്യമൊക്കെ മോചിക്കുന്നു, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു, ജീവനെ നാശത്ത് വീണ്ടെടുക്കുന്നു, ദയയും കരുണയും കൊണ്ട് നമ്മെ അണിയിക്കുന്നു, യൗവനം കഴുകനെ പോലെ പുതിയ വരുത്തക്കണം, നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു,
നീതി ന്യായവും നടത്തുന്നു. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തോണവും പകരം ചെയ്യുന്നില്ല. ആകാശം ഭൂമിക്കും ഇത് ഉയർന്നിരിക്കുന്നത് പോലെ അവിടുത്തെ സ്നേഹം എത്രയോ വലിയതാണ്, അവിടുത്തെ കരുണ എത്രയോ വലിയതാണ്, അവിടുത്തെ കടാക്ഷം എത്രയോ വലിയതാണ്. ഹല്ലേലൂയ, വി പ്രൈസ് യു ലോർഡ്. ആ നന്മകളെ ഓർത്ത്, ആ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ആദ്യം പാടുന്ന ഗാനം ഫെമിലർ ആയിട്ടൊരു പാട്ടാണ്, ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ മരക്കുരിശന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ഗാനം പാടി കർത്താവിനെ നമുക്ക് ധ്യാനത്തോടെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. എന്തു നൽകും ഒന്നുമില്ല നാഥനേ, എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം ഹല്ലേലൂയ, വി പ്രൈസ് യു ലോർഡ്. ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. കിരീടവും അണിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. സ്വന്തജീവനേകും ദൈവകുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ നാവു പോരാ. കിരീടവും അണിപ്പിണരേറ്റതും എങ്ങനെ മറക്കും നാഥനേ. സ്വന്തജീവനേകും ദൈവകുഞ്ഞാടിനെ നന്ദി ചൊല്ലാൻ നാവു പോരാ. എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനേ. എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല യേശുവേ. ഓ നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ല എന്ന് ഞങ്ങളുടെ സ്വരത്തിൽ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ. സ്നേഹിച്ചുവല്ലോ ദൈവസ്നേഹമേ ദൈവസ്നേഹമേ സ്വർഗം കാട്ടിയ അത്ഭുതമേ മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ദൈവസ്നേഹ ആ ദൈവസ്നേഹത്തെ നമുക്ക് ഓർത്തുകൊണ്ട് പാടാം. അവിടുത്തെ സ്നേഹം എത്രയോ വലിയ
നമുക്ക് ഓർക്കാം. ക്രൂശിന്മേൽ അവിടുന്ന് കാട്ടിയ സ്നേഹം എത്രയോ വലിയതാണ്. ഹല്ലേലൂയ. എന്തു നൽകും പകരമായി? ഹല്ലേലൂയ. We praise you Lord. തുല്യമായി ഒന്നുമില്ല നാഥനേ. എന്തു നൽകും പകരമായി? പകരമായി തുല്യമായി ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, we praise you Lord. നന്മകളെ ഓർത്ത്, ഞങ്ങളുടെ വിശ്വസ്തതയെ ഓർത്ത്, അവിടുന്ന് ഞങ്ങളോട് കാട്ടിയ സ്നേഹത്തെ ഓർത്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ നന്ദിയോടെ അന്ത്യത്തോളം പാടിടും. നന്ദിയോടെ ഞങ്ങളെ പാടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. We praise you Lord, we praise you Lord. ഓ നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ ഇത്രത്തോളം. ഹല്ലേലൂയ. നന്ദിയോട് 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 നന്ദിയോടെ. ഹല്ലേലൂയ. We praise you Lord. ഹല്ലേലൂയ. നന്ദിയോട് അന്ത്യത്തോളം ഞാൻ പാടിടും ദേവാ ഇത്രത്തോളം താതനെ സ്നേഹിച്ചല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുൾക്കിരീടവും അടിപ്പിണരേറ്റതും എങ്ങനെ ഞാൻ മറക്കും? സ്വന്തം ജീവനേകും ദൈവ കുഞ്ഞാടനെ നന്ദി ചൊല്ലുവാൻ നാവ് പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ട് നിർത്തിയത് കൊണ്ട്, മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് നിർത്തിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നത് നിർത്തണ്ട. അവിടുത്തെ സ്നേഹം ഓർക്കുമ്പോൾ, അവിടുത്തെ നന്മകളെ ഓർക്കുമ്പോൾ, അവിടുത്തെ വീണ്ടെടുപ്പ് ഓർക്കുമ്പോൾ, അവിടുത്തെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയത് ഓർക്കുമ്പോൾ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവിടുത്തെ സ്നേഹത്തെ ഓർത്ത്. ഹല്ലേലൂയ. നന്ദിയോട് 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 അന്ത്യത്തോളം ഞാൻ പാടിടുമെന്നാണ് നാം പാടിയത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആ ദൈവ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഒരു ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ഓ പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ആമേൻ. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ദൈവസന്നിധിയിൽ ഞാൻ സ്തോത്രം പാടിയും ദൈവം നൽകിയ നന്മകൾക്കായി. ദൈവമേ നീതൻ സൂനുമേ പാപിയെനിക്കായി ഹല്ലേലൂയ ഗീതം പാടും ഞാൻ. പാടി സ്തുതിക്കും ഞാൻ, പാടി സ്തുതിക്കും, സ്തോത്രഗീതം പാടി സ്തുതിക്കും. ആമേൻ. പാടി സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ. സ്തോത്രഗീതം പാടി സ്തുതിക്കും. ഓ അന്ധകാരമെന്ന
സ്തോത്രഗീതം പാടി സ്തുതിക്കും. പുത്രത്വം നൽകി എത്ര സൗഭാഗ്യം. സ്തോത്രഗീതം പാടി സ്തുതിക്കും. ആമേൻ. പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. വിളിച്ചു എന്നെ വെളിച്ചമാക്കി വിളിച്ചവനായി ശോഭിപ്പാൻ. വിളിച്ചു എന്നെ വെളിച്ചമാക്കി വിളിച്ചവനായി ശോഭിപ്പാൻ. ഒളി വിതറും നൽകി വചനം എളിയവരെന്നും ഘോഷിക്കും. ഒളി വിതറും നൽകി വചനം എളിയവരെന്നും ഘോഷിക്കും. പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും. സ്തോത്രഗീതം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. ഓ പാടി സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ. We praise you Lord. ഹല്ലേലൂയ. ഓ പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. ആമേൻ. പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. ഹല്ലേലൂയ. ആ തീരുമാനത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അവൻ ചെയ്ത നന്മകളെ, അവിടുത്തെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർന്നതോർത്ത്, ക്രൂശുമരണത്തെ ഓർത്ത്, രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങിയതോർത്ത് ഞാൻ പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Oh, we praise you Lord, we praise you Lord, we praise you Lord, we worship you, we praise you, we lift your holy name. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു ഉയർത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും. ഹല്ലേലൂയ. Praise you Lord, 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 praise you Lord. Hallelujah, 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 hallelujah. ശത്രുവാം എന്നെ നിന്റെ പുത്രനാക്കുവാൻ പുത്രനെ കുരിശിലേൽപ്പിച്ചു. പുത്രത്വം നൽകി. ഹാ എത്ര സൗഭാഗ്യം. സ്തോത്രഗീതം പാടി ഞാൻ സ്തുതിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. Praise you Lord, 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 praise you. ദാവീദ് മീഖലിനോട് പറഞ്ഞത്, ശൗലിനെ മാറ്റി എന്നെ ഈ രാജസ്ഥാനത്ത് ഇരുത്തിയെന്ന്. അതൊരു ഈ ലോകത്തുള്ളൊരു പദവിയാണ്. നമുക്കതല്ല ദൈവം നൽകി തന്നത്. ഹല്ലേലൂയ. ദാവീദ് അതുണ്ടായിട്ട് ദൈവത്തെ സ്തുതിച്ചെങ്കിൽ എത്രയോ അധികമായി നാം ദൈവത്തെ സ്തുതിക്കണം. ശത്രുവായിരുന്ന നമ്മെ തന്റെ പുത്രന്മാരാക്കുവാൻ, തന്റെ സ്വന്തം ജനമാക്കി തീർക്കുവാൻ, അന്ധകാരത്തിലായിരുന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലാക്കി തീർക്കുവാൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്ത കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അതുകൊണ്ട് പാട്ടുകാരനോട് ചേർന്ന് നമുക്ക് പറയാം, പാടി സ്തുതിക്കും. ഞാൻ പാടി സ്തുതിക്കും. സ്തോത്രഗീതം പാടി സ്തുതിക്കും. ഹല്ലേലൂയ. Thank you Lord, thank you Lord, thank you Lord, thank you Lord, thank you Lord. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ പാസ്റ്റർ ജോസ് ലൂക്കോസ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. Thank you Lord, thank you Lord, thank you Lord. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആലയത്തിൽ വിവിധ ഭവനങ്ങളിലായിരുന്ന അടിയങ്ങളൊക്കെ കടന്നു വന്ന ദൈവത്തെ സത്യത്തിൽ ആത്മാവിലും ഏകാഗ്രതയോടെ ഹല്ലേലൂയ, ഏക മനസ്സോടെ ഹല്ലേലൂയ ആമേൻ സ്തുതിപ്പാൻ നൽകി തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. നല്ല സന്തോഷത്തിനായി, നല്ല സമാധാനത്തിനായി, നല്ല വിടുതലിനായി ഹല്ലേലൂയ അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ 5 മാസക്കാലം അടിയങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചു. എത്രയോ അപകടകരം ആപത്തുകള്, അനമരണകരമായ ആപത്തുകളും കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഹല്ലേലൂയ
അനുദിനം കടന്നു വന്നപ്പോൾ കർത്താവേ, ഹല്ലേലൂയ അങ്ങയുടെ കൃപ, അങ്ങയുടെ ആമേ താണു വീണ് പോകാതെ Yes, Lord. അവിടുത്തെ കരമല്ലേ ഹല്ലേലൂയ കാത്തതിനായി രക്ഷിച്ചത്. നന്ദി പറയുന്നു. അപ്പോൾ Yes. ഹല്ലേലൂയ അവിടുത്തെ ആമേ സാന്നിധ്യമാണ് നിങ്ങൾക്ക് ആമേ ധൈര്യവും ഹല്ലേലൂയ ബലവും നൽകി തന്നത്. ആമേ അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതിയ മാസം 1-ാം തീയതി ഹല്ലേലൂയ ഹല്ലേലൂയ ഈ പുതുവർഷത്തിൽ കർത്താവേ Thank you, Lord. ഹല്ലേലൂയ Hallelujah. ചില അനേകർക്ക് ഹല്ലേലൂയ പുതുവർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഭാഗ്യമൊരുക്കിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ കടന്നു വന്ന എല്ലാവരെയും ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പാട്ടുകാരൻ പാടിയതുപോലെ ഹല്ലേലൂയ എൻ മനമേ ഹോവേ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങൾക്ക് പകരമായി രക്ഷയുടെ ഭാരമാത്രമെടുത്ത് ഹോവേ മഹത്വം കൊടുക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേ പിന്നെയും അധിക ശക്തിയോടെ പാടി സ്തുതിപ്പാനുള്ള ആമേ കൃപ നിങ്ങൾക്ക് പിന്നെ വീണ്ടും തരുമാറാകണമേ. രോഗികളായി പലരും ഭാരപ്പെടുന്നുണ്ട്, കാവേ കഷ്ടതയിലായിരിക്കുന്നവരുണ്ട്, നിരാശപ്പെടുന്നവരുണ്ട്. വചനം അയച്ച് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ ആമേ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ തുടർന്നുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. നല്ല വചനം തരണമേ. നല്ല സാക്ഷ്യങ്ങളെ പ്രബോധനങ്ങളെ നൽകി തരണമേ. സൂമിലായിരിക്കുന്നവരെ ആമേ സഭയിലായിരിക്കുന്നവരെ കടന്നു വരുവാൻ കഴിയാത്തവരെ വിവിധ വിഭാഗങ്ങളിലായിരിക്കുന്നവരെ നാട്ടിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമേ, സഹായിക്കണമേ. ആമേ ഹല്ലേലൂയ. ആദ്യോടുന്ന ദൈവത്തിന്റെ കൃപയിൽ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ദൈവ സാന്നിധ്യം അനുഭവിച്ച് ദൈവകൃപ പ്രാപിച്ച് ദൈവശക്തി പ്രാപിച്ച് ആമേ ബലത്തോടെ ശക്തിയോടെ കടന്നു പോകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മഹത്വപ്പെടുക്കണം. യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിന്റെ ആമേൻ ആമേൻ ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. Before I go further, I invite our youngsters to come forward. Corinthians 15:12. Now, if Jesus preached that he has risen from the dead, how among you say that there is no resurrection of the dead? Surely goodness and mercy shall follow me all the days of my life, and I will in the house of the Lord forever. 1 John 2:6, he who says he abides in him ought himself also to walk just as he walks. 1 John 2:6, he who says that he abides in him ought himself also to walk just as he walked. Galatians 2:19 and 20, for through the law I died to the law so that I might live for God.
I have been crucified with Christ, and I no longer live, but Christ lives in me. The life I now live in the body, I live by faith in the Son of God, who loved me and gave himself for me. But if we walk in the light as he is in the light, we have fellowship with one another, and the blood of Jesus Christ, his Son, cleanses us from all sins. 1 John 1 verse 7. Colossians 2 verse 13. When you were dead in your trespasses and the uncircumcision of your flesh, he made you alive together with him because he forgave you of all your transgressions. Therefore there is now no condemnation to those who are in Christ Jesus. Do not walk according to the flesh, but according to the Spirit. For the law of the Spirit of life in Christ Jesus has made me free from the law of sin and death. Romans 8, 1 and 2. Galatians 2 verses 19 and 20. For through the law I died to the law, so that I might live for God. I have been crucified with Christ, and I no longer live, but Christ lives in me. The life I now live in the body, I live by faith in the Son of God, who loved me and gave himself for me. Be still. Be still and know and I God. Psalm 46:10. Amen. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഒന്നിച്ച് പ്രാർത്ഥിക്കാമല്ലോ. അപേക്ഷിച്ചാൻ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് തന്ന ദാനങ്ങളാണ് ദൈവസഭയിലാണ് കടന്നു വന്നത്. അവർ മനഃപ്പാഠമായി പറഞ്ഞ ആ തിരുവചനം അവരുടെ ഹൃദയത്തിൽ ഉൾനട്ട വചനമായി തീരുവാൻ, കർത്താവിന് വേണ്ടി നിലനിൽപ്പാൻ, വളരുന്തോറും ദൈവ കൃപയിൽ വളരുവാൻ, ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്നതായി തീരുവാൻ, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് ഉതകുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കേണ്ടതായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കർത്താവിനെ സ്തുതിക്കാമോ? സ്തോത്രം, 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 സ്തോത്രം. ഉപയോഗിച്ചാൽ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Jesus. ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകെ. ഒരിക്കൽ കൂടി സൂമിലും ആലയത്തിലുമായിരിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമുക്കൊന്നിച്ച് സത്യസന്നിധിയായിരിക്കാൻ ദൈവം ഒരുക്കിയ സന്ദർഭങ്ങൾക്കായി സ്തോത്രം. കടന്നു വന്ന് എല്ലാവരെയും സഹായിക്കട്ടെ. നാട്ടിലേക്ക് പോയ പ്രിയപ്പെട്ടവർ, പ്രിയ രാജ്ബ്രദറും രാജ്മ സിസ്റ്ററും അവർ മടങ്ങി വന്നു. അതുപോലെ പൊന്നമ്മാമ്മ കടന്നു വന്ന് മടങ്ങി വന്നു. സിസ്റ്റർ സുനിത മടങ്ങി വന്നു. എല്ലാവർക്കായും കർത്താവിന് സ്തോത്രം.
മാതാവ് നാട്ടിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. 26 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. അതിൽ 38 മാത്രം വായിക്കാം. ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പി. അലേർട്ടായിരിക്കണം, ക്ഷീണിച്ചു പോകരുത്, ഉണർന്നിരിക്കണം. അത് എന്നോട് കൂടെ ആയിരിക്കണം. Then he said to them, my soul is exceedingly sorrowful, even to death. Stay here and watch with me. Stay here and watch with me. Stay here എന്ന് പറഞ്ഞാൽ എവിടാ? എന്നോട് കൂടെ. ഒരു വേദഭാഗം കൂടെ. ആകെ കുഴപ്പമാണ്. ഈ ക്ലിക്കറെ മാറ്റി എൻ്റെ ഐപാഡ് തന്നിരിക്കുന്നതുകൊണ്ട് അഥവാ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് പോയാൽ ഒന്ന് ക്ഷമിക്കണേ. അടുത്ത ഒരു വേദഭാഗം കൂടെ. 1 Corinthians chapter 15 verse 10. Very familiar passage. Amen. But by the grace of God, I am what I am. And his grace toward me was not in vain, but I labored more abundantly than they all, yet not I. By the grace of God which was with me. ഞാൻ ഒത്തിരി അധ്വാനിച്ചു. പൗലോസ് പറയുന്ന നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഒത്തിരി അധ്വാനിച്ചു. ഇവൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചു. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല. എന്നോട് കൂടെയുള്ള, ആദ്യം വായിച്ചു എന്നോട് കൂടെ ഇരുന്ന് പഠിക്കാൻ. ഇവൻ പറഞ്ഞു എന്നോട് കൂടെയുള്ള കൃപയാ എന്നെ ശുശ്രൂഷയിൽ ബലപ്പെടുത്തത്. ക്രിസ്ത്യ ജീവിതത്തിൽ എന്നോട് കൂടെ അവനുണ്ടായിരുന്നു, കൃപയുണ്ടായിരുന്നതുകൊണ്ടാണ് ജീവിതയാത്രയിൽ പരാജയപ്പെട്ടു പോകാൻ. ഈ രാവിലെ സമയം ദൈവപാദപീഠമായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നാം പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുക. പഠനം പൂർത്തിയാകുമ്പോൾ ഗ്രാജുവേഷനുണ്ട്. ഒന്നുകിൽ ഈ ഭൂമിയിൽ നിന്ന് പോകുന്ന ദിവസത്തിൻ്റെ പേര് ഗ്രാജുവേഷൻ എന്നാ. യോ, ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഐ ഫിനിഷ്ഡ് മൈ കോഴ്സ്. നമ്മൾ ഈയിടെ ആർക്കാണ്ട് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നല്ലോ, അത് വരാൻ പോകുന്നേ ഉള്ളൂ. ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ കോഴ്സ് പൂർത്തിയായി, ഞാൻ പാസ്സായി. എല്ലാ പട്ടിയിലും അത് എഴുതരുതേ. നാട്ടിലൊക്കെ എല്ലാ പെട്ടിയിലും ഓട്ടം തികച്ചു, വിശ്വാസം കാത്ത് പറഞ്ഞവർക്കായി മനസ്സിലായവർക്കായി തോന്നും. എന്നാൽ ഭക്തന് വേണ്ടി അങ്ങനെ എഴുതാം. സ്തോത്രം. അപ്പം കോഴ്സ് പൂർത്തിയാക്കിയാൽ അത് ഫ്യൂണറൽ സർവീസ് അല്ല, ഗ്രാജുവേഷൻ സർവീസാണ്. ഫിനിഷ് ചെയ്തു. അതുവരെയും പഠന ക്ലാസ്സിലാണെന്ന് അർത്ഥം. പിന്നെ ഇന്ന് ഒത്തിരി ടീച്ചർമാരുണ്ട്. ടീച്ചേഴ്സൊക്കെ പറഞ്ഞ ജോലി ചെയ്ത് അട്ടുകാരാകാൻ അമ്മച്ചിമാരെ ഉണ്ട് ഇവിടെ. ടീച്ചേഴ്സൊക്കെ അവർ പഠിച്ചത് കൊണ്ടാണ് പറയുന്നത്. പക്ഷെ എല്ലാ ഏരിയയിലും അവർക്ക് അറിയത്തില്ല. ഹിന്ദി ടീച്ചറാണെങ്കിൽ ഹിന്ദിയേ അറിയത്തുള്ളൂ. കണക്ക് ടീച്ചറാണെങ്കിൽ, ഡോക്ടർമാരാണെങ്കിലോ എല്ലിൻ്റെ അടുത്ത് പോയി ഹൃദയം കാണിച്ചാലോ എല്ലേ ഹൃദയമുണ്ടെന്ന് പറയും. എല്ലാവർക്കും വേറെ വേറെയാണ്. അതാ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്.
പല ക്ലാസ് റൂമിലെ പല അധ്യാപകന്മാർ, ഇന്നത്തെ അധ്യാപകന്മാർ പഠിച്ചതനുസരിച്ചും സ്ലേറ്റ് കൊണ്ടും പെൻസിൽ കൊണ്ടും ബ്ലാക്ക് ബോർഡ് കൊണ്ടും ചോക്ക് കൊണ്ടും ഒക്കെ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ ഗുരു പഠിപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളിൽ കൂടെയാണ്. അതാ പ്രത്യേകത. ലോകം കണ്ടതിലേക്കും ഇതൊന്ന് മാറ്റിയത്, ഇനി ലോകം കണ്ടതിലേക്കും ഏറ്റവും വലിയ ഗുരു, വലിയ ടീച്ചറാണ് നസ്രയത്തിലെ തച്ചൻ്റെ മകൻ യേശു. അവനെപ്പോലെ ആരാധ്യനാരുമില്ല. എനിക്ക് അവനെ ഉയർത്തുന്നതിലാണ് ഈ സ്റ്റേജിൽ സന്തോഷം. സ്തോത്രം. അവനാണ്, അതായത് യെരുശലേമിലൊക്കെ അവനെ കളിയാക്കി വിളിച്ച തച്ചൻ്റെ മകൻ. എൻ്റെ ജീവിതാനുഭവങ്ങൾ എനിക്ക് പറയാൻ കഴിയും, എന്നെ തോത് വെച്ച് പണിതത് അവനാ. അന്നല്ലയോ? അന്നേ അവിടെ എവിടെയും ചിതറിക്കിടന്ന ഉപകരണങ്ങൾ ഒന്നിച്ചു കൊണ്ടുവന്ന് യജമാനന് പ്രയോജനമുള്ള ഒരു ഉപകരണമാക്കി എന്നെ തീർത്തവൻ അവനാണെങ്കിൽ, അതെ, അവൻ്റെ പേര് എൻ്റെ തച്ചൻ, അവൻ്റെ പേര്. സ്തോത്രം. ഈ പകൽക്കാലം അവന് സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. മാനവജാതിക്ക് ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഏദൻ തോട്ടം. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി. സ്വന്തം മകനായി അവൻ്റെ സ്വരൂപത്തിലും. അതുകൊണ്ടാണ് ഇന്ന് നമ്മളെ പിന്നെയും അവൻ്റെ സ്വരൂപത്തിലും സാഹസികമാക്കാൻ വേണ്ടി ദൈവം ബന്ധപ്പെടുന്നത്. പുത്രനോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ. അന്നാമത്തെ മനുഷ്യൻ തെറ്റുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ സംഭവിക്കുന്നത്. അവൻ തോട്ടം വിട്ടുപോയി. തോട്ടത്തിന് ചുറ്റും വേലിയുണ്ട്. വാതിൽക്കൽ കെരൂബുകളെ നിർത്തി, വെട്ടുന്ന വാളാൽ ഇടയെ നിർത്തി, ദൂതന്മാരെ നിർത്തി. പുതിയ നിയമത്തിലെ തോട്ടങ്ങൾ പലതുണ്ടെങ്കിലും ഗെത്സമനിയായ എൻ്റെ വിഷയം. യേശു ശിഷ്യന്മാരുമായി 3.5 വർഷം നടന്നു. ശ്രദ്ധിച്ചു കേൾക്കണേ. അത്ഭുതങ്ങൾ പലതും നടന്നിട്ടുണ്ട്. അത്ഭുതം കണ്ടവരൊക്കെ അന്നേരം അവനെ അറിഞ്ഞതല്ലാതെ അവനും അവരെ വിളിച്ചുകൊണ്ട് പോയില്ല. അവരുടെ ചോയ്സാ. അത്ഭുതം തെറ്റൊന്നുമല്ല. ഇതിനകത്ത് കേട്ടല്ലോ, ഒരു അത്ഭുതം കണ്ടതുകൊണ്ടാ യേശുവിന് പിന്നാലെ ഇറങ്ങി നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ അവനല്ല, ഇവനാണ് രക്ഷകൻ എന്ന് കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത്. ഇവനാണ് രക്ഷകൻ. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ സഹോദരൻ വിളിച്ചുകൊണ്ട് പോയപ്പോൾ എൻ്റെ പേരൊക്കെ മാറ്റി ശരിയാ. അന്നേരം ഇവനെ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ല. എന്നാൽ അവൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ അവനും കേട്ടു, അവൻ്റെ മനോഭാവം മാറി. ഒരു സഹോദരനൊക്കെ പറയണേ, നമ്മുടെ മനോഭാവമാ വിഷയം കേട്ടു. നാം അന്നിരിക്കുന്നത് കൊണ്ടോ പ്രസംഗം കേൾക്കുന്നുള്ളൂ അല്ല, കേൾക്കുന്ന മനോഭാവം അറിഞ്ഞ് പുതിയ വെളിപ്പാടുകൾ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആണോ അല്ലയോ? ആണെന്നേ. ഞങ്ങളൊന്നും പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരുന്നതല്ല. ശുശ്രൂഷ സഭയിൽ ദൈവാത്മാവ് പുതിയ വെളിപ്പാട് തരുന്നതായി പറയുന്നത്. രാത്രി ഇന്ന് നാളെ ഇനി എന്തുവാ പുതിയത് പറയേണ്ടതൊന്നും ഞങ്ങൾ ചിന്തിക്കാറില്ല. ഇതിലുള്ള അറിവുകൾ ആ കർത്താവ് എനിക്ക് നമുക്ക് തരുന്നത്. പക്ഷേ ദൈവാത്മാവിന് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവൻ പുതിയ വെളിപ്പാടുകൾ തരും. കഴിഞ്ഞ ദിവസം ഏതോ ദിവസം പറഞ്ഞു, സക്കായിയുടെ വീട്ടിൽ യേശു ചെന്നേ, നിങ്ങൾക്കറിയാമല്ലോ. ചെന്നിട്ട് ഈ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അതൊന്ന് വായിക്കാമോ? അത് എവിടെയല്ലയോ? സക്കായിയുടെ വീട്ടിൽ യേശു വന്നു, സംസാരിച്ചുകൊണ്ടിരുന്ന 19:11 ലൂക്കോസ്. പെട്ടെന്ന് വായിക്കണേ, എനിക്ക് സമയം പോകുന്നു. 19:11 അവർ ഇത് ഏത് കേട്ടുകൊണ്ടിരിക്കുക? യേശു പറഞ്ഞ കാര്യം കേട്ടുകൊണ്ടിരിക്കുക. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തത്
അപ്പോൾ കേട്ടപ്പോൾ അവർക്കെന്തോ തോന്നി. അപ്പോൾ തോന്നണോ നമുക്ക്? കേൾക്കുമ്പോൾ നമ്മുടെ മനോഭാവത്തിന് വ്യത്യാസം വരണം. അവന് തോന്നണം നമ്മളത് കേൾക്കുന്നുണ്ടെന്ന്. ഇവൻ പറയുന്നതിൻ്റെ പൊരുള്, ആത്മീയ അർത്ഥം, മർമ്മം അവർക്ക് മനസ്സിലായെന്ന് അവന് തോന്നി. ഞങ്ങൾക്കൊന്നും തോന്നിയില്ലെങ്കിലും ഇവൻ അവനിവിടെ ഉണ്ടെങ്കിൽ അവന് തോന്നണം. അതുകൊണ്ടാണ് വളരെ വചന ശുശ്രൂഷയിൽ നിങ്ങൾ വളരെ അലേർട്ടായിരിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ഓരോരുത്തരുടെയും മുഖം ഞങ്ങൾ കാണുന്നുണ്ട്, ആരുടെയും വിടത്തില്ല. എങ്ങനെയാ ഇരിക്കുന്നത് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, നിങ്ങളെക്കാൾ കൂടുതൽ ആർക്കറിയാം? കർത്താവിനറിയാം. സ്വത്രം. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒട്ടേണ്ടത് ഇങ്ങനെ ഒട്ടേണ്ടതും വരുന്നത്. മനസ്സിലായല്ലോ? ഇത്രയൊക്കെ പറയത്തുള്ളൂ. ആ മനോഭാവം കണ്ടപ്പോൾ അവന് തോന്നി ഇനി ഒന്ന് രണ്ട് ഉപമയോടെ വേണമെങ്കിൽ പറയാമെന്ന്. നമ്മുടെ മനോഭാവം കണ്ട പുതിയ ആലോചന വരുന്നത് അത് അവനാ തരുന്നത്. നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ മനസ്സിലാകുമെന്ന് അവന് തോന്നണം. പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് അങ്ങനെ കേട്ടോ. ഇന്ന് പകൽക്കാലം ആരെങ്കിലും നല്ല പ്രസംഗകർ വരും, പ്രസംഗം കേൾക്കാൻ വേണ്ടി ആരും സഭായത്തിൽ വരരുത്. അവനിവിടെ ഉണ്ടെങ്കിൽ അവൻ്റെ തിരുവായുമ്പുഴകളെ ശ്രമിപ്പാൻ വേണ്ടി വരണം. ദൈവം ചെയ്യും, ദൈവം ചെയ്യും, ദൈവം ചെയ്യും, ദൈവം നമ്മോട് സംസാരിക്കും. യേശു ഗെത്സമന തോട്ടത്തിൽ 18:1 ജോൺ നമ്മൾ വായിച്ചത് ഏതാണ്? മർക്കോസല്ലേ വായിച്ചേ? മത്തായിയാ വായിച്ചത്. 3 സുവിശേഷങ്ങളിൽ പ്രത്യേകതയുള്ള സുവിശേഷം 14 യോഹന്നാൻ. പക്ഷേ എന്ന് വിചാരിച്ച് മറ്റേത് 3 വേണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ജോയ്സൺ അതന്നെ പ്രസംഗിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. പക്ഷേ ചില പ്രത്യേകതകൾ ഇവിടെയുണ്ട്. എല്ലാ കാര്യങ്ങളൊന്നും യോഹന്നാൻ എഴുതിയിട്ടില്ല. എല്ലാവരും മിക്കവാറും ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ അവൻ എഴുതി പറയുന്നത് മറ്റൊരുത്തില്ല താനും. യേശു കർത്താവിന് ജനനം യോഹന്നാൻ എഴുതിയിട്ടില്ല. ഹെരോദാവ് കുഞ്ഞിനെ കൊല്ലും എന്നുള്ള ആ വിഷയം എഴുതിയിട്ടില്ല. നസ്രയത്തുകാരൻ എന്ന വിളിക്ക് നസ്രയത്തിൽ പോയി പാർത്തു എന്ന് എഴുതിയിട്ടില്ല. 12 വയസ്സായപ്പോൾ ദേവാലയത്തിൽ പോയി പുസ്തകം വായിച്ച് എഴുതിയിട്ടില്ല. ഇതൊന്നും അതിനകത്തില്ല. എന്ന് വിചാരിച്ച് മറ്റതല്ല ശരിയല്ല ഇത് ശരിയാന്ന് പറഞ്ഞ് അങ്ങനെയല്ല പറഞ്ഞ് ചിന്തിക്കരുത്. ഓരോരുത്തർക്കും ദൈവാത്മ വെളിപ്പെടുത്തിയത് ഓരോ വിധത്തിലാണ്. തുടങ്ങി ആദിയിൽ ദൈവം, അനാദിയിൽ ഉണ്ടായിരുന്നതിനെ പറ്റിയാ പറഞ്ഞത്. ഉൽപ്പത്തിയുടെ 1ന്റെ ആദിയല്ലത്. കാലങ്ങളുടെയും സമയങ്ങളുടെയും ദൈവപ്രവൃത്തിയുടെയും ആരംഭ ഉൽപ്പത്തി 1. അതിനു മുമ്പ് സമയമില്ല, കാലമില്ല. അതിനുശേഷം സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം വന്നത്. അതിൻ്റെ ദൈവപ്രവൃത്തി ദൈവം ഈ ഭൂമിയിൽ ചെയ്തതിൻ്റെ ആരംഭം. പക്ഷേ അവിടെ അത് വെളിപ്പെട്ട് കിട്ടുന്നത് മോശയ്ക്കുണ്ട്. എപ്പോഴെന്നറിയാമോ? തൻ്റെ സഹോദരൻ്റെ ദേഹവിയോഗ സമയത്ത്. ഒരു തലമുറ മാറിപ്പോകുമ്പോൾ വേറൊന്ന് കടന്നു വരും, അത് മാറുമ്പോൾ വേറൊന്ന് വരും. പക്ഷെ എനിക്കൊരു കാര്യം പറയാം, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാണ്. നീ അനാദിയായും പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൃഷ്ടിക്ക് നിർമ്മിച്ചതിന് മുമ്പ്. അതുകൊണ്ടായിരിക്കാം, ഞാനങ്ങ് വിചാരിക്കും, അത് എൻ്റെ വ്യാഖ്യാനമാകട്ടോ, അതുകൊണ്ടായിരിക്കാം സെരുബാബേല് പറഞ്ഞത്, ഈ മഹാപർവ്വതം നീ ആരെന്ന്. ദൈവത്തോട് പർവ്വതത്തിൻ്റെ അളവ് പറഞ്ഞു കൊടുത്തില്ല. പർവ്വതത്തിൻ്റെ ഉയരത്തെ കണ്ടിട്ട് അവനോട് ചോദിക്കുക, നീ ആരാ? ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, കഷ്ടങ്ങളില്ലാത്ത ക്രിസ്ത്യനിസമില്ല കേട്ടോ.
വിരൽ ചൂണ്ടി പറയാം, ഇതെന്നെ തളർത്തുകയില്ല. അതാണ് വിജയകരമായ ക്രിസ്ത്യജീവൻ എന്ന് പറയുന്നത്. ഇതെന്നെ ആ പർവ്വതത്തെ നോക്കി പറയാം, മഹാപർവ്വതം നീയാർ. എൻ്റെ അർത്ഥം എന്തുവാ? പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് എനിക്കൊരു ദൈവം ഉണ്ടായിരുന്നു. ഒരു നല്ല സ്വതന്ത്രം പറയാമോ? പർവ്വത സമാനമായ വിഷയങ്ങൾ എൻ്റെ മുമ്പ് നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ഇതിനു മുൻപ് എനിക്ക് അനാദിയായും ശാശ്വതമായ ഒരു ദൈവം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നല്ല, ഉണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കഷ്ടങ്ങൾ ഈസിയാണോ എന്ന് പറയാൻ? ഈസിയാണോ എന്ന് പറയാൻ? നോ, ഈസി അല്ല. ഈസി അല്ലാത്തതുകൊണ്ടാണ് ഗുരു അവരെ കൊണ്ടു നടന്ന് പഠിപ്പിച്ചത്. ഗതസമനിലെ കരച്ചിലും കാൽമുല കരച്ചിലൊന്നും അവൻ്റെ കരച്ചിലൊന്നും അല്ല കേട്ടോ, നമ്മുടെ കരച്ചില. മരണവേദനയേറ്റ് കരയുന്നത് എന്തിനാണെന്നറിയാമോ? മാനവജാതിയുടെ പാപത്തിൻ്റെ ഭാരത്തെ ഓർത്ത. യേശു ഇങ്ങനെ പറ്റിപ്പോയല്ലോ ദൈവം എന്നൊന്ന് കരഞ്ഞൊന്നും അല്ല, അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. പക്ഷേ ഇറ്റ് വാസ് എ സ്റ്റഡി ക്ലാസ് ആയിരുന്നു. മാനവജാതിയുടെ ഭാരം, പാപഭാരം, അതിൻ്റെ വെയിറ്റ്. 12-ാം അധ്യായം എബ്രായർ പറയുന്നു, സകല ഭാരവും. ആ വെയിറ്റിന് അല്പം കുറവുണ്ട് മറ്റേ വെയിറ്റ് നോക്കിയാൽ. നമ്മെ മുറുകെ പറ്റുന്ന പാപത്തിൻ്റെ വെയിറ്റ് മാറ്റും. പക്ഷേ മാനവജാതി മുഴുവനുമുള്ള പാപത്തിൻ്റെ ഭാരം ചുമന്നവൻ ഒരുവനേ ഉള്ളൂ. സ്തോത്രം. ഞാൻ മുൻപോട്ട് പോട്ടെ. അത്ഭുതം കണ്ടവര് കനാവിലെ കല്യാണത്തിലെ വീടും 10 കുഷ്ഠരോഗി സൗഖ്യമായവരും, പിന്നെ വില്ലേജിൽ നിന്ന് കൊണ്ടുവന്ന അന്ധനും വഴി നിന്ന അന്ധനും, ഇവരാരും ആരുമില്ല. പക്ഷപാതക്കാരനൊന്നും ക്ലാസ് റൂമിലില്ല. കുരിശിൻ്റെ അവിടെ ഇല്ലാതെ വേറെ കാര്യം. ക്ലാസ് റൂമിലില്ല. പിന്നെ ആരേ ഉള്ളൂ? ശിഷ്യന്മാർ, അതും 11 പേര്. മറ്റേ പുള്ളി ഇല്ല കേട്ടോ, പുള്ളി വരുന്നതാണ് പിന്നെ. അതെ, അവരവിടെ ബസ്സുകാരുടെ അപ്പത്തിൽ അവിടെ ഇറങ്ങിപ്പോയതാ. ശിഷ്യന്മാർ അവന് ബോധിച്ചവരെ തിരഞ്ഞെടുത്തപ്പോൾ യൂദായും ഉണ്ടായിരുന്നു. പക്ഷെ അവന് കിട്ടിയ ചാൻസ് നഷ്ടപ്പെടുത്തിയെന്ന് ഒന്ന് പറയാം, ദൈവിക പ്ലാൻ എന്ന് വേറൊന്ന് പറയാം. രണ്ടും ഒരുപോലെ പഠിക്കണം. സ്തോത്രം. ഒരു വയസ്സ് മാത്രം പഠിച്ചാൽ ദൈവം മുഖപക്ഷമുള്ളവരെന്ന് വരും. ആരും നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നില്ല വചനമില്ലേ? മുൻപോട്ട് പോട്ടെ. ഈ തോട്ടത്തിൽ നിന്ന് പഠിപ്പിക്കുക. കഴിഞ്ഞ ആഴ്ച മുതൽ 3.5 വർഷം ഗുരു പഠിപ്പിച്ച ചില പ്രത്യേക കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ചില കാര്യങ്ങളൊന്നും യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടില്ലെങ്കിലും അവൻ തുടങ്ങുന്നത് 3.5 വർഷത്തെ ശുശ്രൂഷയുടെ സമയം മുതലാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, കൃപയും സത്യവും നിറഞ്ഞതുമായി നമ്മുടെ മധ്യേ പാർത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവിടുന്ന് തുടങ്ങുന്ന അവൻ്റെ ഹിസ്റ്ററി. ഒരു കുഞ്ഞാടിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് യോഹന്നാൻ എഴുത്തു തുടങ്ങുന്നത്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്തോത്രം. അവൻ്റെ പിന്നാലെ ചില ശിഷ്യന്മാർ വന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. അവരോട് ഒരുത്തരോട് പറയും, നീ ഏത് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നു എന്നതുകൊണ്ടല്ലേ എന്നെ വിശ്വസിച്ചത്? നീ ഇതിലും വലുത് കാണും. നമ്മൾ ഈ വലുത് കാണുമെന്ന് പറയുന്നുണ്ടേ ഏതാണ്ട് വലിയ കാലം നടക്കുമോ ചിന്തിക്കുന്നത്. അടുത്ത ആഴ്ച ഇതിനകത്ത് മുഴുവൻ ആൾ പറയും. അങ്ങനൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. പുതിയ കാഴ്ചകൾ ആത്മാവിൽ കാണുവാൻ ദൈവം ഇടയാകും. ആത്മീയ മർമ്മങ്ങൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തുമെന്നല്ല അർത്ഥം.
അതെ, മറ്റെല്ലാം ലൗകികമായ ലോകപ്രകാരമുള്ളതാ. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ഞാൻ പലപ്പോഴും പറയുന്നു, ഇന്നും പറയട്ടെ, ദൈവം നമ്മെ ആദരിക്കാതിരിക്കയില്ല. പക്ഷേ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ആത്മീയമായി എങ്ങനെയെങ്കിലും എവിടെ ചെല്ലണം? നിത്യതയിൽ ചെല്ലണമെന്നേ. ഇവിടെ എല്ലാം ചെയ്തു, എല്ലാം കഴിച്ചു, കിട്ടുന്നതെല്ലാം കർത്താവിനും കൊടുത്തു, പേരും ഉണ്ടാക്കി, പെരുമയുണ്ടാക്കി. ആരാണ്ടൊക്കെ പറഞ്ഞ് യേശു വന്നു പോയോ, ഞാൻ അറിയാതോ എന്ന് പറയേണ്ട ഗതി വരരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഈ വചനം സത്യമാണെങ്കിൽ അവൻ വരും കേട്ടോ. യഹൂദൻ വിശ്വസിച്ചില്ല, പക്ഷെ അവൻ വന്നു, സ്വന്തത്തിലേക്ക് വന്നു. ഓ, നമുക്കുള്ള ഭാഗ്യം, നമുക്കുള്ള ഭാഗ്യം. ഹല്ലേലൂയ. എന്നിവ ആ ജനത്തെ തള്ളിക്കളഞ്ഞല്ലോ, ഇനിയും വരുന്നവന്. അത് രണ്ടാമത്തെ വരവിന് രണ്ടാമത്തെ പ്രതലമാ. ഒന്നാമത്തെ പരമന്റെ രണ്ടാമത്തെ പരമന്റെ ഒന്നാമത്തെ പ്രതലം എന്തായാലും പറയുന്നത് അത് തന്നെ. ഇംഗ്ലീഷേ അറിയത്തുള്ളൂ, മലയാളത്തിൽ അറിയത്തില്ല. അതുകൊണ്ടാ നിനക്ക് വേണ്ടിയാ വരുന്നത്. മണവാട്ടിക്ക് വേണ്ടിയാ വരുന്നത്. ആരാ മണവാട്ടി എന്നറിയാമോ? ഒരുങ്ങിയിരിക്കുന്നവൻ. നല്ല സൗന്ദര്യവും നല്ല സാരിയും നിത്യകന്യ എന്ന് പറയുന്നവളും വന്നിരുന്നാലും ഈ യുവാവിനോട് കൂടെ ഉഭയസമ്മതം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവൾ വരട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് വരത്തില്ല. പൗലോസിന്റെ ഭാഷയിൽ ഞാൻ പറയാം, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി. ഹല്ലേലൂയ. എൻഗേജ്മെന്റ് ഒന്നും കുഞ്ഞുകളിയല്ല. ഇസ്രായേലിന്റെ സമയത്ത്, യഹൂദന്മാരുടെ സമയത്ത് എൻഗേജ്മെന്റ് നടന്നാൽ പിന്നെ കോർട്ട് ത്രൂവേ ഡിവോഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വിവാഹം പിന്നെ എൻഗേജ്മെന്റ് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് മറിയെ കല്ലെറിഞ്ഞു കൊള്ളുവാൻ ഉള്ള സാധ്യത ഉണ്ടായിരുന്നത്. ഇന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും നടക്കും, പക്ഷേ ഇത് നടക്കുന്നില്ല. ദൈവവചനത്തിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ട് കേട്ടോ. ദൈവവചനത്തിലൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മുൻപോട്ട് പോട്ടെ. മക്കളെ, ഇറ്റാലി എന്ത് പറയുന്നു നമ്മുടെ ടോപ്പിക്ക്? ഇതിനടുത്ത് പോയി പറഞ്ഞ സ്റ്റേ ഹിയർ ആൻഡ് ലേൺ ദ ലൈഫ് ലെസൺസ് വിത്ത് മീ. എന്നോട് ചേർന്ന് എന്തോ പഠിക്കേണ്ടത്? പഠിക്കാൻ തയ്യാറാണോ? നമുക്ക് ഇളക്കപ്പെരുപ്പത്തിൻ്റെ പ്രസംഗത്തിനൊക്കെ ആൾക്കുള്ള പഠനം ആവശ്യം. മറ്റേത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ആത്മീയമായ സഭ ഉണരാൻ ആവശ്യമാണ്. എന്ന ഭാഷ ദൈവം ആരാധിക്കണം, ഇതെല്ലാം ആവശ്യം. പക്ഷേ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുള്ളിയാൽ മതി. തമ്പാറടിക്കുമ്പോഴത്തെ ആത്മീയ സന്തോഷവും തമ്പാർ നിർത്തിയാൽ ഉള്ള കരിന്തിരി എരിയുന്നതും അങ്ങ് മാറണം. നാട്ടിലെ അമ്മാമ്മ ഭയങ്കര ഇരുന്നാൽ ഉടനെ ഭയങ്കര അന്യഭാഷ. ഒരു പയ്യനാ ഡ്രം അടിക്കുന്നത്. അതുപോലെ അമ്മാമ്മയും പയ്യനുമായിട്ട് ഏതോ പറഞ്ഞ് ഉടക്കി. അന്ന് പോകുമ്പോൾ പറ, ഇനി ഇവിടെ അത് ആരാധിക്കുന്നത് ഞാൻ കാണണം. ഇനി ഇവിടെ ഈ ഭാഷ നടന്ന കാര്യമല്ല, ഇതിപ്പോൾ കഥയൊന്നുമല്ല. ഇനി ഇത് ചെറിയാൻ പറഞ്ഞതാണ്. എവിടെ നടന്നെന്ന് വേണമെങ്കിൽ പറഞ്ഞു. അവിടുത്തെ ഇരിപ്പുണ്ട്.
ഇനി അവൾ ആരാധിക്കുന്നത് എനിക്ക് എന്താ കാര്യം? ഞാനുണ്ടെങ്കിൽ അത് മനസ്സിലായോ? അഭിനയം മാറ്റാനുള്ള സമയമായി. സ്തോത്രം, സ്തോത്രം. പഠിക്കണം. ആരോട് ചേർന്ന് പഠിക്കണം? അപ്പൊ അടുത്തങ്ങിരുന്നാ മതി, പഠിപ്പിക്കുന്നവൻ പഠിപ്പിക്കും. അയ്യോ ആകെ പോയി കുഞ്ഞെ, ഇതൊക്കെ വേണ്ട, മറ്റത് മതി. എന്തോ ദോഷാ മതി. കിട്ടിയല്ലോ. വേറൊന്നും ഉണ്ടായിരുന്നു. ലൈഫ് ലെസൺസ് ഫ്രം ദ ലൈഫ്. അപ്പോൾ എപ്പോഴേ പഠിക്കുന്നേ? ആ ടോപ്പിക്ക് വേണ്ടായിരുന്നു, മേളത്തെ മതിയായിരുന്നു. കർത്താവിനോട് കൂടി ഇരുന്ന് പഠിക്കുക. ഇവിടെ താഴെ ഒരു വേറൊരു ടോപ്പിക്ക് എന്താ വന്നേ? പ്രതികൂലത്തിന് മതിയാ പഠിക്കേണ്ടെന്ന്. അത് വേണ്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ, എല്ലാ ക്ലാസ്സിലും കയറിയെങ്കിലേ വിജയമുള്ളൂ. എല്ലാ ക്ലാസ്സിലും. ഞങ്ങളെ മലയാളം പഠിപ്പിച്ചൊരു ഭയങ്കരം ഭാഷയായിരുന്നു. അല്ല, ഭാഷയല്ല, ഒരു ടീച്ചറായിരുന്നു. മലബാർ നിലമ്പൂർക്കാർക്ക് അറിയാം. ഒരു പക്ഷേ ഭയങ്കരൻ എന്ന് പറഞ്ഞ ആൾ പേര് ഭയങ്കരൻ എന്നാണ് പിള്ളേരെ വിളിക്കുന്നത്. മീശയൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചാൽ വരുന്നത്. അയാളെ കാണുമ്പോഴേ പിള്ളേർ ഇങ്ങനെ പറയും. ഞാൻ ആ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതുകൊണ്ടാണ് എനിക്ക് മലയാളം അറിയാവുന്നേ. യാക്കോബക്കാരനായിരുന്നു. പള്ളിയില്ല, പട്ടക്കാരനില്ല, ഒന്നുമില്ല. അവസാനം ആ പുള്ളി രക്ഷിക്കപ്പെട്ടു. ഭയങ്കരം എന്നുള്ള ലേബലുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ലൈഫ് ദൈവം ചേഞ്ച് ചെയ്തു. ഒരു സുവിശേഷകനായിട്ടാണ് മരിച്ചത്. അദ്ദേഹം രക്ഷാനിർണയം പ്രാപിച്ച ശേഷം ഞാൻ പലയിടത്തും അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ട് സുവിശേഷം പറയാൻ. എൻ്റെ അധ്യാപകനായിരുന്നു. രക്ഷിക്കപ്പെടുന്നവനെ കണ്ടാലറിയാം. ദൈവം അവൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തും. ഞാൻ പറഞ്ഞത്, അന്ന് ആ ക്ലാസ്സിൽ പോകാൻ എനിക്ക് പേടിയായിരുന്നു. അതാ പറഞ്ഞു. പലരും ആ ക്ലാസ് കാരണം ചൂരവടി കൊണ്ടാണ് വരുന്നത്. മലയാളം ഗ്രാമറൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ചെറിയ തെറ്റുണ്ടെങ്കിൽ ഭയങ്കര വടിയാണ്. അതും മൂന്നാലുണ്ടെങ്കിൽ നേരത്തെ വെച്ച് ഇങ്ങനെ പിടിച്ചടിക്കുന്നത്. അയ്യോ, ഇന്നും അടി കിട്ടാതെ പോകത്തില്ലെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കുന്നത്. മിക്കവാറും ഫസ്റ്റ് പീരീഡാണ്. എങ്ങനെയെങ്കിലും ആദ്യത്തെ പീരീഡ് സ്കിപ്പ് ചെയ്യാൻ നോക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അടി കിട്ടുന്ന ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യണം. അത് മനസ്സിലായില്ല. നിങ്ങൾ ജഗീർ സാറിനെ ഓർത്തുകൊണ്ടിരിക്കുക. അടി കിട്ടുന്ന ക്ലാസ് ഉണ്ടോ? ഉണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം, ആ ജഗീർ സാറിനെ പേടിക്കണം, ഈ സാറിനെ പേടിക്കണ്ട. എന്താ കാര്യം അറിയാമോ? നന്മയല്ല ഒന്നും ചെയ്തിടാ മായിക്കുന്നവൻ, നന്മയല്ല ഒന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. ഇന്ന് പകൽക്കാലം പെട്ടെന്ന് മുൻപോട്ട് പോവാം. സമയം ഇന്ന് തീർക്കണം. ഞാൻ ഇനി അടുത്ത ആഴ്ചക്ക് മാറ്റത്തില്ല. 3.5 വർഷത്തെ സമയത്ത് ഈ ശിഷ്യന്മാരെ കൊണ്ട് പലയിടങ്ങളിൽ അവർക്ക് വേണ്ടി മാത്രം ക്ലാസ് എടുത്തു. വേറെ ആരുമില്ല കൂടെ. പുരുഷാർത്ഥത്തിന് പറഞ്ഞു കഴിഞ്ഞിട്ട് അവരൊന്നിച്ചിരിക്കുമ്പോൾ
ദൈവരാജ്യത്തിന് മർമ്മം അവർക്ക് വെളിപ്പെടുത്തി വ്യാഖ്യാനിച്ചു കൊടുത്തു. പുരുഷാരത്തിന് ഉപമ പറഞ്ഞു, ഇവരോട് അർത്ഥം പറഞ്ഞു. Praise the Lord. ജനം പ്രസംഗം കേൾക്കും, ദൈവമക്കൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കും. Praise the Lord. പ്രസംഗത്തിൽ അത്ഭുതമുണ്ട്, പഠനത്തിൽ അടയാളമുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ അടയാളങ്ങൾ, അത്ഭുതം എന്നൊരു വാക്ക് അവിടെ ഇല്ല. അടയാളങ്ങളുടെ ആരംഭം, അടയാളങ്ങളുടെ ആരംഭം. അടയാളം എന്നും നിൽക്കും, അത്ഭുതം കുറച്ച് കഴിഞ്ഞ് മറന്നുപോകും. ശരിയാണോ? അതിലാണോ? 10 കുഷ്ഠരോഗി വന്നു, 9 കണ്ടു. ഒരുത്തൻ അടയാള സഹിതം മടങ്ങി വന്നു. 9 അത്ഭുതം കണ്ട് മടങ്ങി എവിടെ പോയി? എല്ലാവരും എന്ത് കണ്ടതാ? അത്ഭുതം കണ്ടതാ. അത്ഭുതത്തിൻ്റെ ആരാണ് ഇതിൻ്റെ കാരണക്കാരെന്ന് കണ്ടവനാ മടങ്ങി വന്നത്. മുൻപോട്ട് പോട്ടെ. അറിയാം, ഇത് 5 പറഞ്ഞു തന്നു. 5 അല്ലല്ല, ഓക്കെ, ഇല്ല, പറഞ്ഞില്ലയോ? അതെ, ആട്ടെ, 5 പറഞ്ഞു. ഓക്കെ, ഞാൻ പറയാം. നിങ്ങൾ എൻ്റെ കൂടെ ആളാണോ? നിങ്ങൾ വളരെ നന്നായി. ഇതുപോലെ സഭയുണ്ടോ വേറെങ്കിലും? യോഹന്നാൻ 2:11. അപ്പൊ ഒന്നാമത്തെ അടയാളം, ലെസൺ ഇൻ ദ ഹൗസ്. വീട്ടിലാണ് നടന്നത്, വീട്ടിലാ ദൈവം ചെയ്യുന്നത്. ഒരു സ്തോത്രം പറയാം. തുടങ്ങുന്നത് എവിടെയാ? ഞാൻ ചൈൽഡ് എഡ്യൂക്കേഷനും കുഞ്ഞുങ്ങളുടെ വിഷയം സംസാരിക്കും. കുഞ്ഞുങ്ങളിപ്പോൾ പല വീടില്ലല്ലോ. അവരെ തുടങ്ങേണ്ടത് വീട്ടിലാണ്. പാരൻസിന് ഉത്തരവാദിത്വമുണ്ട്. അവിടെയാണ് അവർ ട്രെയിൻ ചെയ്യേണ്ടത്. അതിന് പാരൻസ് ട്രെയിനിങ് ചെയ്യണം. ഒരു സ്വതന്ത്രം പറയണേ. നീ സഭായോഗത്തിന് നീ മറ്റ് യോഗങ്ങൾക്ക് വരാതിന് നിന്റെ തലമുറയും വരത്തില്ല. എനിക്ക് എല്ലാവരും കാര്യം അറിയാം. എന്ന് വെക്കുന്നു. ഞങ്ങൾ വരാഞ്ഞിട്ടാണോ പറഞ്ഞത്? ഞാൻ സൂസഹോയുടെ കാര്യമാണ് പറഞ്ഞത്, ഐസക്സ് ഡോക്ടറുടെ കാര്യമല്ല പറഞ്ഞു. ഒരു അമ്മച്ചിയോ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ പട്ടണത്തിലുണ്ട്. സാഹചര്യങ്ങൾ മാറിക്കൊണ്ട് വരുന്നില്ലെന്നേ ഉള്ളൂ. ഓപ്പറേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? കൊച്ചുമോൻ്റെ കൈ കൊടുക്കും, നീ ഇടാൻ പറയും. എനിക്ക് വളരെ ഇഷ്ടമാണ് അതൊക്കെ. അപ്പം തന്നെ ബുദ്ധിമുട്ട് എഴുതുന്നു. പിന്നെ മക്കളെങ്ങനെ എഴുതുന്നത്? ഇതിങ്ങനെ ഒന്ന് പറയുമ്പോൾ ആരും ഒരു തോത്തിലും ഒന്നും പറയരുത്. ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. ഈ വണ്ടി അങ്ങ് ഡെസ്റ്റിനേഷൻ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് പറയണം പാസ്റ്റർ എന്നൊന്ന് പറയാമോ? എന്തുവാ പറയേണ്ടതെന്നുള്ളതാണ്. ഒരു സ്തോത്രം. ആത്മീയ വിഷയങ്ങൾക്ക് ഞാൻ പറയട്ടെ, സഭായോഗം ഉപേക്ഷയായ വിചാരിക്കരുതെന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല സഭായോഗം, സഭയുടെ കൂട്ടായ്മകൾ എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ വിചാരിക്കും ഇന്ന് പാഷ എന്നെ പറ്റിയാണ് പറയുന്നത്. ഞാൻ നിങ്ങളെപ്പറ്റി അല്ല പറയുന്നത്. നിങ്ങൾക്ക് തോന്നുക എന്നെപ്പറ്റിയാണെങ്കിൽ നിങ്ങളെപ്പറ്റി തന്നെയാണ്. ഇന്നലെയും ഞാൻ ഇവിടെ ഏതാണ്ടൊക്കെ നടന്നു, ആർക്കറിയാം? ഇതിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ പറയേണ്ടത്. അപ്പനും അമ്മയും ചർച്ചിലെ മീറ്റിങ്ങിന് പോകാത്ത മക്കൾ കണ്ടുകൊണ്ടായിരിക്കുന്നത്. പിന്നെ അവരെങ്ങനെ പോന്നേ? വെള്ളിയാഴ്ച രാവിലെ, വെള്ളിയാഴ്ച വൈകിട്ട്, ശനിയാഴ്ച രാവിലെ, ശനിയാഴ്ച വൈകിട്ട്. അന്തരീക്ഷം പോകരുതേ.
നല്ല പോയിന്റ്സ് വരുന്നേ ഉള്ളൂ. ഇത് ദേഷ്യപ്പെട്ട് നോക്കുന്നേ. നമ്മുടെ മോള് വന്നല്ലോ. എനിക്ക് പറയാനുള്ള ദൈവം തന്നിരിക്കുന്ന അധികാരമുണ്ട്. നിങ്ങളെ നടത്തുന്നവരെ എന്ന് വാക്യമുണ്ടോ? അപ്പം നടത്തുന്നില്ല ആൾക്കാർ. നിങ്ങൾ തന്നെ നടക്കുകയല്ല കേട്ടോ. നടത്തിപ്പുകാർ സഭയിലുണ്ട്. ജീവനും ഭക്തിക്കും, ജീവൻ നിത്യജീവൻ ഭക്തിയുടെ ക്രമീകരണമായത്. ഭക്തി നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് കൂട്ടായ്മകൾ വേണമെന്ന് ദൈവവചനമുണ്ട്. അത് ഉപേക്ഷയായി വിചാരിക്കരുത്. കുടുംബ പ്രാർത്ഥനയുണ്ട്, ബൈബിൾ അറിയാം, ബൈബിൾ വായിക്കുന്നതൊക്കെ ശരിയാ. ഇതെല്ലാം അറിയാവുന്നവർ കൃപയിൽ നിന്ന് പോയ ഒത്തിരി പേരുണ്ട്. ഇതൊന്നും അല്ല, പഠിച്ച് ഒത്തിരി ആയപ്പോൾ. ഞാൻ പറയട്ടെ, ഇനി വേറെ ഒന്നുകൊണ്ടോട് പറയട്ടെ, ഏതാണ്ട് തുടങ്ങിയില്ലയോ? അടുത്ത ആഴ്ച കൂടെ ഇത് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനല്ല, എത്രയോ സമയം യൂട്യൂബിലൊക്കെ സമയം സ്പെൻഡ് ചെയ്യുന്നു. ബുധനാഴ്ച വൈകിട്ട് 1.5 മണിക്കൂർ സൂബിനൊന്ന് കയറിക്കൂടായോ? തിങ്കളാഴ്ച ശനിയാഴ്ച വൈകിട്ടൊക്കെ ബൈബിൾ സ്റ്റഡി ഉണ്ട്. ഇത് യൂട്യൂബ് അറിയത്തില്ല, എനിക്ക് തോണ്ട അറിയത്തില്ലെങ്കിൽ ഫോൺ ചെയ്യാൻ അറിയാമല്ലോ, ഫോണിൽ കൂടെ കയറാമല്ലോ. നിങ്ങൾ സഭയെ ഇഗ്നോർ ചെയ്യുക. ദൈവം ചെയ്ത് കൊടുത്തിരിക്കുന്ന ക്രമീകരണങ്ങളെ നിങ്ങൾക്ക് വേണ്ടി നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവം ചെയ്തിരിക്കുന്ന സെറ്റപ്പ് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് 101% തറപ്പിച്ച് വചനത്തിൻ്റെ അധികാരത്തിൽ പറയുക. ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നില്ല, കാരണം ഇഷ്ടപ്പെടാൻ സാധ്യത കുറവല്ലേ. ടെക്നോളജി എത്രയോ വർദ്ധിച്ചു. പണ്ടത്തെ കീ വെക്കുന്ന ഫോണൊക്കെ മാറി നമ്മൾ പുതിയ ലേറ്റസ്റ്റ് മേടിച്ചില്ലേ? അതിനകത്ത് ദേശത്ത് നടക്കുന്ന എല്ലാ ദുരുപദേശങ്ങളും കേൾക്കുന്നില്ലേ? അതിൻ്റെ ഉള്ള ഭവിഷ്യത്തും വന്നില്ലേ? ചിലരുണ്ട് സഭായോഗത്തിന് പോകേണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് പ്രസംഗിക്കുന്നവരുണ്ട് യൂട്യൂബിനകത്ത്. അന്യഭാഷ വേണ്ട, അന്യഭാഷ ഭൂതമാണെന്ന് പ്രസംഗിക്കുന്നവർ യൂട്യൂബിലുണ്ട്. ബോംബെയിൽ നിന്നാണ് വരുന്ന പുള്ളി. ഒന്ന് നന്നായിട്ടൊന്നിരുന്നേ ശരിക്കും. എന്നാൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? ഏത് വാക്യമോ? അതൊന്നും വേണ്ട. നിങ്ങളെ നടത്തുന്നവരെ 13 വെച്ച് വായിച്ചേ. 13 താഴോട്ട് വായിച്ചു. ആ ആ ആ ഇടവിടാതെ എന്ത് ചെയ്യണം? ഇത് പൂക്കാല പറഞ്ഞെങ്കിലേ ചെയ്യത്തുള്ളൂ. ഒന്ന് പറഞ്ഞേ. അതുകൊണ്ട് തിരുവല്ല ഇന്ന് പൂക്കാലം വന്നാൽ ഞാൻ അവർക്ക് വേണ്ടി പുള്ളിക്ക് വേണ്ടി പറയും. ബൈബിളിൽ എഴുതിയിരിക്കുക. കൊലോസ്യലേഖനത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് സ്തോത്രത്തിൽ കവിയണം, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. എന്ന് വിചാരിച്ച് നിങ്ങൾ നമ്മളെ ഡിസ്റ്റർബും ചെയ്യരുത് കേട്ടോ. പക്ഷേ നല്ല കാര്യം പറയുമ്പോൾ ഒരു സ്തോത്രം പറയണം. ഇതൊക്കെ ബൈബിളിലാ, സ്തോത്രത്തിൽ കവിയണമെന്ന്. ചീപ്പന്മാരെന്ന് പറയുന്നവർ വരെ നമ്മുടെ സഭയിലുണ്ട്. അവരുടെ വായുന്ന സ്തോത്രം ഞാൻ കേൾക്കുന്നില്ല. ഇല്ല വെച്ചാ ഇഷ്ടൊന്ന് കേൾപ്പിച്ച് പറയുന്ന സഹോദരി. സ്റ്റേജിൽ നിൽക്കുന്ന മാത്യുമെന്ന് കേൾക്കണം നിങ്ങൾ പറയും സ്തോത്രം. ഞാൻ അവരെ ഒന്നും കുറ്റം പറയല്ല, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ CBM ഫെയ്ത്ത് ഹോമിൻ്റെ അടുത്ത് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഇടക്കരയിൽ. രാവിലെ അവിടുത്തെ സ്തോത്രം കേട്ടാ ഞങ്ങൾ എഴുന്നേൽക്കുന്ന പിള്ളേർ. ബൈബിളിലുണ്ടെന്നതേ.
സ്തോത്രം പറയാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അധരഫലം എന്ന ഈ അതരം കൊണ്ട് പിള്ളേരെ വഴക്ക് പറയാൻ എത്ര ശബ്ദമുണ്ട്? യോ ലിജിഭാഷ വല്ലത് പറഞ്ഞാൽ പുള്ളി വിടുമോ നിങ്ങൾ? അവിടെ നിങ്ങൾ എന്നെ വിട്ടാൽ ഞാൻ പോകത്തില്ല. ദൈവം ഏൽപ്പിച്ച് തികച്ചേ പോകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അധരഫലം എന്ന സ്തോത്രയാഗം. ഇനി സ്തോത്രത്തിന് അലർജിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് എന്നാലും ഇതേ ഉള്ളൂ കേട്ടോ. ഹല്ലേലൂയയുടെ സ്വരമേ അവിടെ ഉള്ളൂ. ഈ പെന്തക്കോ സഭയിൽ എന്തോരോ ബഹളമാ. പെതുക്കെ പറഞ്ഞാൽ കേൾക്കത്തില്ലയോ? പെതുക്കെ പറഞ്ഞാൽ കേൾക്കുമെന്നേ. ബൈബിളിൽ വേറെ വാക്യങ്ങളുണ്ട്, രാജാവ് ഉള്ളിടത്ത്. തൃശ്ശൂർ പൂരത്തിലേക്ക് പൊയ്ക്ക് പെതുക്കെ ആരെങ്കിലും പറയാമല്ലോ. അവിടെ പൂരമാണ്, ഇവിടെ ഉത്സവമാണ്. മനസ്സിലായില്ല. എൻ്റെ ജനത്തെ മരുഭൂമിയിൽ എൻ്റെ ഉത്സവം ആചരിപ്പാൻ വിടാനാണ് പറഞ്ഞത്. ആരാധന ഉത്സവമാ, സന്തോഷ സമയമാ. എന്നെ ഈ കരങ്ങൾ കൊണ്ട് സ്നാനപ്പെടുത്തിയവരെ അവരോട് പറയുവാൻ എനിക്ക് പൂർണ്ണ അധികാരമുണ്ട്. അല്ലാത്തവർ അതിൽ കൂടുതലുണ്ട്. ഒരു പാസ്റ്ററുടെ ഹൃദയം വേദനിക്കുന്ന സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ സന്തോഷത്തോടെ ഇവിടെ നിൽക്കുന്നുവെങ്കിലും ഹൃദയത്തിൻ്റെ വേദന ആരോടും പറയത്തില്ല. എൻ്റെ കൂടെയുള്ള പുള്ളിക്കാലത്തേക്ക് പറയത്തില്ല. അതല്ലേ വേറെ വിഷയം. ഞാൻ റിയലായിട്ട് പറയുക. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഒരു സുവിശേഷകൻ, ശുശ്രൂഷകൻ നിങ്ങൾ ഒരു വേദന കൊടുക്കാൻ അനുവദിക്കരുത്. ഇപ്പോൾ വായിച്ചു തീർന്നില്ലല്ലോ. അത് വായിപ്പിക്കാനാ വന്ന ഇത്രേ. നിങ്ങൾ നടത്തുന്നവരെ അനുസരിച്ച് കീഴടം കഴിപ്പീൻ. അവരെന്ത് ചെയ്യണം? നിന്റെ പക്കൽ ഏൽപ്പിച്ചവരോട് നീ വേണ്ടതുപോലെ ഉപദേശം പറഞ്ഞില്ല, അതുകൊണ്ട് അവർ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയാതിരിക്കേണ്ടതിന്. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല. ബാക്കി വായിക്കണ്ട, അത് അവർ തന്നെ പറഞ്ഞു പാട്ടെ. ഇന്ന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ മനസ്സിലാകും. ഓപ്പർച്യൂണിറ്റി സ്കിപ്പ് ചെയ്യരുത്. ഇന്ന് ആരോഗ്യമുണ്ട് ആലയത്തിൽ വരാൻ. ആരോഗ്യമില്ലാത്ത സമയം വരെ എനിക്കൊന്ന് പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ഇന്ന് കരമുണ്ട് കൈയടിക്കാൻ, നാളെ കരം പൊങ്ങിയെന്ന് വരത്തില്ല. ഇന്ന് സ്തോത്രം പറയാൻ നാവിൽ ശബ്ദമുണ്ട്, നാളെ അത് ഉണ്ടായി എന്ന് വരത്തില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയോ ശപിക്കുകയൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്ന ആളല്ല. ബൈബിളിൽ അങ്ങനെ ചെയ്യാൻ വചനമില്ല. അനുഗ്രഹിക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിപ്പീന്ന വചനം. പക്ഷേ എൻ്റെ കുടുംബത്തിനെ അവരെ നേരെ നടത്തുവാൻ എനിക്ക് ഉത്തരവാദിത്വമില്ലേ? അത് വീട്ടിലാ തുടങ്ങേണ്ടതെന്നേ. അതാ പറഞ്ഞു വന്നേ. ക്ലാസ് ഓഫ് ബിലീവിങ് ഇൻ ഹിം. അവൻ ആരെന്ന് അറിഞ്ഞിട്ട് യാത്ര ചെയ്താൽ മതി. ക്രിസ്ത്യ കുടുംബം ജനിച്ചുകൊണ്ട് നീ ക്രിസ്ത്യാനി ആകണ്ട. പെന്തിക്കോസിന്റെ കുടുംബം ജനിച്ചുകൊണ്ട് നീ പെന്തിക്കോസുകാരനാകണ്ട. അവനെ അറിഞ്ഞിട്ട് മതി. ഒരു ഭക്തന്റെ ആരംഭം. നീ ആരാകുന്ന കർത്താവേ? കാരണം യേശുക്രിസ്തു ദൈവത്തിൽ നിന്ന് ഹൃദയം കൊണ്ട്
വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയണം അവൻ കർത്താവാണെന്ന്. എന്താ കർത്താവ് എന്ന് പറഞ്ഞാൽ? കർത്തൃത്വം നടത്തുന്നവൻ. അതിൻ്റെ അർത്ഥം എനിക്ക് സ്വയമായി ഒന്നുമില്ല, അവനാ എന്നെ ഭരിക്കുന്നത്. അവൻ പറയുമോ നീ യോഗത്തിന് പോകണ്ട, വീട്ടിൽ ഇരുന്നോളാൻ? പ്രൈസ് ദി ലോർഡ്. ക്ലാസ് ഓഫ് ബിലീവിംഗ് ഇൻ ഹിം. നമ്മൾ ശുശ്രൂഷ തുടങ്ങുക. ആദ്യം എനിക്ക് ഇവിടുത്തെ വീഞ്ഞു കൊടുക്കുന്നതല്ല എൻ്റെ വിഷയം, ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നുവല്ല എൻ്റെ വിഷയം. ഞാൻ തിരഞ്ഞെടുത്തവർ ഞാൻ ആരെന്നറിയണം. ഇന്ന് പകൽ അവൻ ആരെന്ന് അറിയണമുണ്ടോ? നിനക്കൊരു ഭവനമുണ്ടെങ്കിൽ നിനക്കൊരു സഭയുമുണ്ട്. നിന്റെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാൻ അവിടെ ചെന്നെത്തേണ്ടതിന് വേണ്ടിയുള്ള ദൈവിക ക്രമീകരണം ആ ഭവനം. സ്തോത്രം. കുഞ്ഞുങ്ങൾ ഭവനത്തിലാണ് പറയുന്നത്, കുഞ്ഞുങ്ങൾ ഭവനത്തിലാണ് വെഡിങ് നടക്കുന്നത്, കുഞ്ഞുങ്ങളുടെ പാരൻസ് അവരോട് ചിന്തിക്കുന്നത്, എല്ലാം അറിയാവുന്ന ഒരുവൻ നമ്മുടെ കൂടെയുണ്ട്. എ ലെസൺ ഇൻ ദ ഹൗസ്. അങ്ങനെ എഴുതിയിരിക്കുന്നത് 2:11. അല്ല, അതെ, 2:11. അടുത്തത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് എ ലെസൺ അറ്റ് ദ മൗണ്ട്. അതെന്തിനായിരുന്നു? ക്ലാസ് ഓഫ് ടെസ്റ്റിംഗ്. ഈ മരുഭൂമിയിൽ എന്തിനാ വിശപ്പിച്ചേ? ക്ലാസ് ഓഫ് ടെസ്റ്റിംഗ്. അവൻ്റെ കയ്യിലിരിപ്പ് അറിയാൻ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലിരിക്കുന്ന അറിയാൻ. മനസ്സിലുള്ളതല്ലേ കയ്യിലിരിപ്പ്. മനസ്സിലിരിക്കുന്ന അറിയാൻ. അറിഞ്ഞു ശരിക്കും, അല്ലയോ? ദിവസം കണ്ടില്ലയോ? അവിടെ ഞങ്ങൾ എന്തുവായിരുന്നു? ഇറച്ചിക്കലത്തിൻ്റെ അരികെ ഇരിക്കുക. അത് ശരിയാ, മണം പിടിച്ചോണ്ടിരുന്നു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ആ വാക്കൊന്ന് പറയാമോ? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുമെന്ന് ക്ലാസ് സമയോ മരുഭൂമി. വിളിച്ചവനെ കഴിവൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഓ, നിന്നെ വിശപ്പിച്ചിട്ട് അവനൊന്നും സാധിക്കാനുമില്ല. കഷ്ടത മാത്രം തന്നിട്ട് ദൈവം സൂക്ഷിച്ചു നിൽക്കുന്നവനല്ല. പക്ഷേ എനിക്ക് നന്മയ്ക്ക് വേണ്ടിയാണെന്ന് പറയാൻ കഴിയുമോ? ഇന്നിവിടെ നിൽക്കുന്നത് അമേരിക്കയിലെ ഒരു ചർച്ചിലെ സ്റ്റേജിലാണെങ്കിലും ഇവിടുന്ന് നല്ല ശുശ്രൂഷ തുടങ്ങിയത്. ഡൽഹിയിലെ ഗ്രാമങ്ങൾ തുടങ്ങിയതാ. 256 ഗ്രാമങ്ങൾ കവർ ചെയ്ത ഒരു വ്യക്തി ഞാൻ. ഒരു വാഹനവുമില്ല, നടന്ന്. ദൈവം നടത്തുന്ന ക്ലാസ് റൂമുകൾക്കായി സ്തോത്രം. ടെസ്റ്റ് ചെയ്തു. അവന് ഈ പുരുഷാരത്തെ പോറ്റാൻ കഴിയാത്തവനൊന്നുമല്ല. അവന് 5 അപ്പവും വേണ്ട, 2 മീനും വേണ്ട. ഓ, പക്ഷേ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഇത് ആരോടാ പറയുന്നത്? അവൻ അറിയത്തില്ല, പറ്റത്തില്ലെന്ന്. അവിടെ എഴുതിയിരിക്കുന്നു, ഇവരെ പരീക്ഷിക്കേണ്ടതിന് വേണ്ടി അത്രേ. കാരണം ഇത് പറയുന്നതിന് മുമ്പേ ഇവൻ്റെ ഉള്ളിൽ ഉണ്ട് എന്തുവാ ക്രമീകരണം. നോ, അനാദികാലത്തിന് മുമ്പേ ഉണ്ട്. നിന്നെ പോറ്റുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ആരും അവരുടെ ആരോഗ്യത്തിലോ പഠനത്തിലോ അഹങ്കരിക്കരുത്. നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തന്നത് ആരും ഒരു സ്വന്തം പറയുന്നില്ലല്ലോ. ആന്നോ? വീട് മേടിച്ചു, കാറ് മേടിച്ചു, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം എല്ലാം കൊടുത്തു, ജോലി ചെയ്തു, പൈസ ഉണ്ടാക്കി.
എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് ആരോഗ്യമുണ്ടായെന്ന് വിചാരിക്കരുത്. ഇതെല്ലാം ഉള്ള എത്രയോ പേര് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഹോപ്പ്ലെസ്സും ഹോംലെസ്സും ഈ പട്ടണത്തിലുണ്ടെന്നേ. റിച്ച് ലാൻഡ് കൺട്രി എന്നൊക്കെ പറയുന്ന ഈ പട്ടണത്തിൽ അന്നവസ്ത്ര ആദി നന്മകൾ എണ്ണമില്ലാതെ തന്നു. എണ്ണിക്കൂടാതെ തന്നത് രക്ഷയാകട്ടോ, നിത്യതയാ. എണ്ണമില്ലാതെ തന്നു. മറ്റു വാക്കുകൾ ചുരുക്കട്ടെ, ക്ലാസ് ഓഫ് ടെസ്റ്റിംഗ്. ഇന്നും ആ പാട്ട് പാടും അല്ല, പാടിയേക്കല്ലേ. ഇന്നും ആ ക്ലാസ് ഓഫ് ടെസ്റ്റ് എന്തായിരുന്നു? ഇവരോട് ചോദിച്ചാൽ കണക്ക് കൂട്ടും. 200 ദിനാരി ഉണ്ടെങ്കിൽ അല്പം അത് തെറ്റൊന്നുമല്ല, കാൽക്കുലേഷൻ തെറ്റൊന്നുമല്ല. അന്ന് ഈ കാൽക്കുലേറ്റർ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ ചോദിച്ച ഉടനെ പറയാൻ അതാ വേണ്ടത്. പോസിറ്റീവ് പറയണം. നല്ല, ഞാനത് പുള്ളിയെ കുറ്റപ്പെടുത്തുന്നില്ല. പുള്ളിക്ക് ആ ലിമിറ്റേഷൻ അറിയാം. എന്നാൽ നിൻ്റെ ലിമിറ്റേഷൻ്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അവൻ കൂടെ ഉണ്ടെന്നുള്ള ക്ലാസ് അല്ലേ അത്? നിന്റെ ചിന്തകൾ, നിന്റെ വിചാരങ്ങൾ, ഒരു വിഷയത്തോളം നീ ചിന്തിക്കുന്ന പോലെ അവൻ ചിന്തിക്കുന്നില്ലെന്നുള്ള ക്ലാസ് അല്ലേ? നിന്നെ കരുതുന്നവൻ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവൻ, നിന്റെ ഭാവിയെ കാണുന്നവൻ, നിന്റെ തലമുറയെ അറിയുന്നവൻ അവനാണെന്നല്ലോ അതിനർത്ഥം. അല്പമല്പം 200 ദിനാറിന് കിട്ടുമെന്ന് പറയുമ്പോൾ കൊടുത്തപ്പോൾ വേണ്ടുവോളം കൊടുത്തു. അത് മാത്രമാണോ? തൃപ്തിയായ ശേഷം. അപ്പൊ എത്ര കൊടുത്തു? അതുവരെ കൊടുത്തു. അതുവരെ കൊടുത്തന്നേ. കർത്താവ് കൊടുക്കുന്നത് തൊട്ടു നോക്കാറൊന്നുമല്ല, വേണ്ടുവരെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അല്പമല്പം പറഞ്ഞവന് കൊട്ട തലയിലുണ്ട്. നിങ്ങളെന്താ? അല്പമെന്ന് പറഞ്ഞവന് തലയൊന്നുണ്ട്, ഒരു കൊട്ടയുണ്ടെന്നേ. ഇതൊരു ക്ലാസ് റൂം അല്ലേ? ക്ലാസ് റൂമാണോ? അടുത്ത കഴിഞ്ഞ ആഴ്ചത്തെ മൂന്നാമത്തെ ഇതൊന്നും പറഞ്ഞില്ല. ഇത് പറഞ്ഞു 5 എണ്ണം പറയുന്നത് എവിടെയായി പറയുന്നത്? ഇത് പറഞ്ഞായിരുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലത്. ഗതസമനെ 5 പോയിന്റാണ് പറഞ്ഞത്. തുടക്കത്തിലുള്ള ക്ലാസ്സിന് 2 കഴിഞ്ഞുള്ളൂ. മൂന്നാമത്തെ ഇത് ലെസൺ ആൻഡ് ദ റോഡ് സൈഡ്. അപ്പോൾ ഒന്നാമത്തെ ഇവിടെ ആയിരുന്നു, രണ്ടാമത്തെ, മൂന്നാമത്തെ എല്ലായിടത്തും പഠിപ്പിക്കാന്നേ. ബൈബിൾ സ്കൂൾ ഗ്രാജുവേറ്റ് ചെയ്ത ഷെറിനെ പോലുള്ളവർക്കൊക്കെ അറിയാം. ഒരു പാട്ട് പാടും ഒരു കാര്യം, ഇൻ ദ ഹൈവേ ഇൻ ദ ബൈവേ ഐ വിൽ. പുള്ളി പറഞ്ഞു. പിന്നെ ഞാനങ്ങനെ ഓർക്കും, ബൈബിൾ സ്കൂളിൽ പോകും, ഞാനങ്ങനെ ഓർക്കുന്നത്. വർക്കിംഗ് ഫോർ ദ ലോർഡ് ഐ വിൽ വർക്ക് ഐ വിൽ. അവിടുന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടോ? പാടിയ പുള്ളി പറഞ്ഞു പോയി. പിന്നെ ഞാൻ അവരുടെ തീരുമാനം, അവിടെ എക്സിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് പാടുന്ന പാട്ടാ. ബൈവേയിലും ഹൈവേയിലും ഐ വിൽ വർക്ക് ഫോർ ദ ലോർഡ്. അപ്പം ഹൈവേയിലും ബൈബിലും എന്തുണ്ട്? ക്ലാസ് ഉണ്ട്. എന്തിനാ ക്ലാസ്? ക്ലാസ് ഓഫ് റിവീലിംഗ് ഗോഡ്സ് വർക്ക്. ഇത് തലമുറകളുടെ ശാപമൊന്നുമല്ല. ഇപ്പോഴും അത് പറഞ്ഞ് നടക്കുന്നുണ്ടോ? പിന്നെ എന്തിനാ ക്രൂശ്? ക്രൂശിനെ ഇഗ്നോർ ചെയ്ത് കേട്ടോ. പാപവും ശാപവും എന്തിനാ മരക്കുരിശിൽ തൂങ്ങിയത്?
മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. ബൈബിൾ പറയുന്നു. അതുകൊണ്ടാണ് മരത്തിൽ അവനെ തൂക്കിയത്. എന്തുകൊണ്ട് രക്തം ചിന്തിയത്? രക്തം ചിന്താതെ വിമോചനമില്ല. അപ്പോൾ പാപവും ശാപവും ഇത് പഴയ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റിലാണ് ശിഷ്യന്മാർ പറഞ്ഞത്. അവനവരെ ശപിച്ചൊന്നുമില്ല. അവൻ പറഞ്ഞു അതൊന്നും അല്ല മക്കളെ, ആ സമയം കഴിഞ്ഞു. ഇത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാ. 2025 എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? 3 ആയുള്ളൂ, ഇനിയുണ്ട്. 2025 മക്കൾ നിങ്ങൾ വന്നില്ലല്ലോ. എന്ത് ചെയ്യാ ഒരു പാട്ടുകാർ? നിങ്ങൾ വരാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ മാറാൻ തോന്നുന്നു. 2025 എ ക്ലാസ് ഓഫ് റിവീലിംഗ് ഗോഡ്സ് വർക്ക്. ദൈവപ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന വർഷമാണെന്ന് വിശ്വസിക്കാമോ? Do you believe that 2025 is going to be the year of revealing God's work in my house, in my family, in my life? എൻ്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന വർഷം. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്ന്. എന്തെങ്കിലും പ്രാർത്ഥന മറുപടി കാണുമെന്ന് വിശ്വസിക്കാതെ ഞാനിപ്പോഴായിരിക്കുന്ന ഈ സിറ്റുവേഷൻ അവന് പോലും അറിയത്തില്ല. എന്തിനാണ്? അറിയുന്ന ഒരുവനുണ്ട്. ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാ. ഒന്ന് എഴുതിയിരിക്കാമോ? എന്തിനാണ് ഈ ക്ലാസ് എന്നറിയാമോ? ഇതിൻ്റെ ക്ലാസ് എന്നറിയാമോ? എന്തിനാ ഈ ക്ലാസ് എന്നറിയാമോ? ഞാൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യാത്ര തുടങ്ങി. എൻ്റെ ശുശ്രൂഷ അവസാനമായി. പക്ഷെ എന്നെ നടത്തിയ ദൈവകൃപയാ. Why we need this classroom and these lessons? Because my master is there with me to teach me from his word. To teach me. എന്നറിയാമോ? ജീവിതയാത്രയിൽ കാലടിയാകരുത്. ജീവിതയാത്രയിൽ എന്താകരുത്? സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ? യാത്രയിൽ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാൻ സാധ്യതയുണ്ട്. You need to reach the ordained destination. That's God's goal about you. And your master is there with you to hold your hand and give you the counsel. That's the classroom. അതുകൊണ്ട് പറയാമോ? നാഥ നീ മതി എനിക്ക്. നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഓ നാഥ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ മരു യാത്രയതി തിരുകൃപ മതി എനിക്ക്. ഈ മരു യാത്രയതി തിരുകൃപ മതി എനിക്ക്. ജീവിതയാത്രയതിൽ
ഒരു യാത്രയിൽ തിരുകൃപ മതി, തിരുകൃപ മതി. ഹല്ലേലൂയ. Praise you Lord, we worship you Lord. കർത്താവിനെ സ്തുതിക്കാം, അവരുടെ നാമത്തെ ഉയർത്താം. അവിടുത്തെ കൃപയാണല്ലോ നാം അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. തിരുകൃപ മതി, തിരുകൃപ മതി, അങ്ങയുടെ കൃപ മാത്രം മതി. ഹല്ലേലൂയ. Thank you Lord, thank you Lord, thank you Lord, we worship you Lord. Hallelujah, hallelujah, hallelujah. Thank you for your grace, Lord. Thank you for your mercy.